Hello, I'm Parvathy Prathyusha. I'm presently 2021-23 AIIMS Residential Bachelor student. Now, AIIMS Raipur first year MBBS student. ഞങ്ങൾക്ക് ക്ലാസ് ഏതാണ്ട് ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരുന്നു തുടങ്ങി. ഇപ്പോൾ ഇതുവരെ വെച്ച് കിട്ടിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് 3 സബ്ജക്റ്റാണല്ലോ ഫസ്റ്റ് ഇയറിലുള്ള ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാട്ടമി. 3ലും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ സെമിനാർസും ഗ്രൂപ്പ് ഡിസ്കഷൻസും എല്ലാം നടത്തുന്നുണ്ട്. പിന്നെ ഇതിനെയൊക്കെ ലാബിനെ പറ്റി പറയാനും എല്ലാം നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബ്സാണ്. പിന്നെ പുതിയ പുതിയ എക്സ്പീരിയൻസസ് കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ അനാട്ടമിയിലാണെങ്കിലും കഡാവർ ഡിസെക്ഷൻ ആണെങ്കിലും ഹെമറ്റോളജി ലാബിൽ ബ്ലഡൊക്കെ പ്രിക്കൽ സ്റ്റെയിൻ സ്ലൈഡൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും എല്ലാം ഒരു എന്താ വി ആർ ലിവിങ് എ ഡ്രീം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. സിലബസ് ഒക്കെ നല്ല വലുതാണെങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്, എൻജോയ് ചെയ്ത് പോവാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇവിടെ സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് എല്ലാത്തിനും ക്ലബ്സ് ഒക്കെ ഉണ്ട്, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കളിക്കാനൊക്കെ ബാഡ്മിൻ്റൺ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ് എല്ലാം ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫെസ്റ്റ് വരുവാണ് കോളേജിൻ്റെ ഒറൈന എന്ന് പറഞ്ഞാൽ November 2nd to 5th സെൻട്രൽ ഇന്ത്യാസ് ബിഗസ്റ്റ് ഫെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കോളേജിൽ ഭയങ്കര ഫുൾ ഫ്ലെഡ്ജിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരാണല്ലോ. അതായത് സെൻട്രൽ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എല്ലായിടത്തു നിന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് 2024 ആസ്പിറൻസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫേസിന് നിങ്ങൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നീറ്റ് കഴിഞ്ഞിട്ട്. അത് എനിക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അതായത് ഇനി ഉണ്ടാവുന്ന എനിക്കൊരു 6 months ഉള്ളത് അത് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫേസ് ആണ്. അതായത് നിങ്ങളുടെ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മാക്സിമം ടൈം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനും വേണ്ടി തന്നെ മാറ്റി വെക്കുക. എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എക്സാംസ് അറ്റൻഡ് ചെയ്യും. പിന്നെ അത് അനലൈസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും അത്യാവശ്യം നല്ലപോലെ സൂക്ഷിക്കുക. അതായത് ഇപ്പം കിട്ടുന്ന റാങ്ക് വെച്ച് നിങ്ങൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവാനോ എക്സൈറ്റഡ് ആവാനോ പോകരുത്. ബിക്കോസ് ഇതൊരിക്കലും അവസാനത്തെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ വന്നോളും. അപ്പോൾ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്നതെല്ലാം കേട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.